ലീഡേഴ്സായിരിക്കുന്ന നമ്മൾ പോലും ഏതവസ്ഥയിലേക്കാണ് പോകുന്നത്, നമ്മളെപ്പോലെ പറയപ്പെടുന്ന മറ്റു സഹോദരങ്ങളുടെ ഏതവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അകാലമായിട്ടല്ലാത്ത വാർദ്ധക്യമായിട്ടല്ലാത്ത രോഗങ്ങൾ വരണമെങ്കിൽ ഈ രണ്ടു കൂട്ടം കാര്യങ്ങൾ കൊണ്ടാണല്ലോ. അങ്ങനെയെങ്കിൽ അന്ധകാര ശക്തിയുടെ ആധിപത്യം വർദ്ധിക്കാൻ തുടങ്ങിയെങ്കിൽ 100% ദൈവ മക്കൾ ട്രൂത്തിൽ നിന്ന് വഴിമാറ്റി കൊണ്ടുപോകാൻ ഈ ഒരു വാക്കിന് സാധിക്കും. കാരണം ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് ഒന്നും നമുക്ക് തോന്നത്തില്ല. ഈ വാക്കില് ജീവിക്കുന്ന ദൈവം നമുക്ക് അന്ധകാര ശക്തികളെ ബഹിഷ്കരിക്കുവാനായിട്ടുള്ള അധികാരം നൽകി. ആ അധികാരത്തിന്റെ ശക്തി എത്ര വലുതാണെന്നുള്ളത് നാം തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാത്തതിന്റെ കാരണം അന്ധകാര ശക്തികളെക്കുറിച്ചുള്ള പഠനമോ അന്ധകാര ശക്തികളുടെ പ്രവർത്തികളെക്കുറിച്ച് അറിയുന്നതോ വലിയ ഭയങ്കരമായ പാപം ചെയ്യുന്നതിന് തുല്യമായിട്ട് ഏതൊക്കെയോ വ്യക്തികൾ പഠിപ്പിച്ചു പോയി. അപ്പൊ അത് കാരണം സാത്താന്റേതായ പ്രവർത്തികളെക്കുറിച്ചോ സാത്താന്റേതായ പദ്ധതികളെക്കുറിച്ചോ മനുഷ്യൻ പഠിക്കാൻ തയ്യാറാകത്തില്ല. മറിച്ച് ദൈവത്തെക്കുറിച്ച് ദൈവത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കാനായിട്ട് തയ്യാറാകും. ശത്രുവിനെ കുറിച്ച് പഠിക്കാതെ എങ്ങനെ നാം യുദ്ധത്തിൽ ഏർപ്പെടും? ശത്രുവിനെ കുറിച്ച് അറിയുകയേ വേണ്ട. ശത്രുവിനെ ദൈവം തോൽപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തോറ്റവന്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് വേണമെങ്കിൽ ഒരു അഭിപ്രായം നമുക്ക് പറഞ്ഞുകൊണ്ടുവരാം. ശത്രു തോറ്റു, ദൈവം തോൽപ്പിച്ചു എങ്കിൽ നാം ഇനി മുതൽ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, നിന്റെ കുടുംബത്തിൽ ബന്ധനമില്ല, നിന്റെ കുടുംബത്തിൽ ഈ രോഗം വരുത്തിയത് പിശാചല്ല, ഈ രോഗം വരുത്തിയത് ദൈവമാണ്. കാരണം രോഗം വരണമെങ്കിൽ ഒന്നേ പാപം മൂലോ അല്ലെങ്കിൽ ശാപം മൂലോ ആയിരിക്കാമല്ലോ. അകാലമായിട്ടല്ലാത്ത വാർദ്ധക്യമായിട്ടല്ലാത്ത രോഗങ്ങൾ വരണമെങ്കിൽ ഈ രണ്ടു കൂട്ടം കാര്യങ്ങൾ കൊണ്ടാണല്ലോ. ഈ രണ്ടു കൂട്ടം കാര്യങ്ങളും എവിടെ നിന്നാ വരുന്നത്? പിശാചിൽ നിന്നാ വരുന്നത്. വാർദ്ധക്യ രോഗങ്ങൾ മാത്രമേ ഉള്ളൂ മനുഷ്യന് ദൈവം അനുവദിച്ചത്. കാരണം യാക്കോബ്, ഇസഹാക്ക് ഇവർക്കെല്ലാം രോഗബാധിതരായിരുന്നു വാർദ്ധക്യം എത്തിക്കഴിഞ്ഞപ്പം. എന്നാൽ പുതിയ നിയമത്തിൽ വാർദ്ധക്യത്തിൽ പോലും രോഗം വരാതെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച ആൾക്കാരുണ്ട്. വാർദ്ധക്യത്തിൽ പോലും രോഗം വരാതെ. കാരണം അത്രമാത്രം വലുതാണ് പുതിയ നിയമത്തിൻ്റെത്. അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു അകാലമായിട്ട് നമുക്ക് രോഗം വന്നാൽ നമ്മുടെയൊക്കെ ഏതൊക്കെയോ പാപത്തിൻ്റെതോ ശാപത്തിൻ്റെതായോ കെട്ടുകടന്നത് കാരണമാണ് ഇതെല്ലാം വന്ന് കയറുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പക്ഷെ സാത്താൻ ഇല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചാൽ പാപം ലോകത്തിൽ ഇല്ല എന്ന് നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. സാത്താന് ശക്തിയില്ല എന്ന് നമ്മൾ പഠിപ്പിച്ചാൽ പാപത്തിന്റെ ബലം ലോകത്തിൽ കുറഞ്ഞു എന്ന് നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. അങ്ങനെ പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂ? ഇന്ന് പാപത്തിന്റെ ബലം കൂടുകയാണോ കുറയുകയാണോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. പാപത്തിന്റെ ശക്തി ഒട്ടുമില്ലാതായിക്കോ എല്ലാവരും വിശുദ്ധരായിക്കൊണ്ടിരിക്കുകയാണോ? അതോ ലീഡേഴ്സായിരിക്കുന്ന നമ്മൾ പോലും ഏതവസ്ഥയിലേക്കാണ് പോകുന്നത്, നമ്മളെപ്പോലെ പറയപ്പെടുന്ന മറ്റു സഹോദരങ്ങളുടെ ഏതവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? പാപം പെരുകുകയല്ലേ? പാപം പെരുകുകയാണെങ്കിൽ അതിനെന്താണ് അർത്ഥമാക്കേണ്ടത്? അന്ധകാര ശക്തിയുടെ ആ ഒരു സിംഹാസനം അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സിംഹാസനവും ആധിപത്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അന്ധകാര ശക്തിയുടെ ആധിപത്യം വർദ്ധിക്കാൻ തുടങ്ങിയെങ്കിൽ 100% ദൈവ മക്കൾ സാത്താന്റെ പദ്ധതികളെക്കുറിച്ച് അവന്റെ ശക്തിയെക്കുറിച്ച് പഠിച്ചിരിക്കണം. കരുതൽ ഉള്ളവരായിരിക്കണം. അവന്റെ വാൾ വരുന്നത് ഏത് വിധത്തിലാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിയരുത് എന്ന് നമ്മളെ ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ, ആരെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ, കാരണം അവർക്ക് വേണമെങ്കിൽ ഒരു വാചകം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ നിങ്ങൾ സാത്താനെ കുറിച്ച് കേൾക്കാതെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് കേൾക്കുവിൻ. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്നതിനോട് ഭയങ്കര അർത്ഥം തോന്നും. ശരിയാണല്ലോ, ഞാനെപ്പോഴും എന്തിനാ സാത്താനെ കുറിച്ച് കേൾക്കുന്നത്, ഞാൻ ദൈവത്തെക്കുറിച്ചല്ലേ കേൾക്കേണ്ടത് എന്നൊരു ചിന്ത പൊതുവെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതാണ് പ്ലസ് പോയിന്റ്. അതായത് ട്രൂത്തിൽ നിന്ന് വഴിമാറ്റി കൊണ്ടുപോകാൻ ഈ ഒരു വാക്കിന് സാധിക്കും. കാരണം ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് ഒന്നും നമുക്ക് തോന്നത്തില്ല. ഈ വാക്കിൽ മൊത്തം പ്ലസ് പോയിന്റ് തോന്നും. പക്ഷേ പ്ലസ് പോയിന്റ് തോന്നുന്ന
പല വാക്കുകളും പല ഉപദേശങ്ങളും, മൊത്തം ടോട്ടലി പ്ലസ് പോയിന്റ് ആയിരിക്കും തോന്നുന്ന ഉപദേശങ്ങളും നിരീശ്വരവാദികളും വെക്കുന്നുണ്ട്, യുക്തിവാദികളും വെക്കുന്നുണ്ട്. കേട്ട ടോട്ടൽ പ്ലസ് പോയിന്റ് ആയിരിക്കും. പക്ഷെ അത് ദൈവത്തിന്റെ പ്രവർത്തികൾക്കും ദൈവം മനുഷ്യനെ രക്ഷിച്ച രക്ഷാകര പദ്ധതികൾക്കും എതിരായിരിക്കും. അതുപോലെയുള്ള ഒരു ടോട്ടൽ പ്ലസ് പോയിന്റ് തോന്നുന്ന ഒരു വാക്കാണ് എപ്പോഴും നിങ്ങൾ സാത്താനെ കുറിച്ച് കേൾക്കാതെ ദൈവത്തെക്കുറിച്ച് കേൾക്കുവിൻ എന്നുള്ളത്. അതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ആദത്തിന്റെ മുമ്പിൽ ചെന്ന് സാത്താൻ ഉപയോഗിച്ച പ്ലസ് പോയിന്റ് വാക്കിന് തുല്യമായിട്ട് ഇത് നിൽക്കും. ആദത്തിന്റെ മുമ്പിൽ സാത്താൻ ഉപയോഗിച്ച എല്ലാ വാക്കുകളും പ്ലസ് പോയിന്റ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു നെഗറ്റീവും തോന്നത്തില്ല. ഈ പഴം കഴിച്ചാൽ നിങ്ങൾ മരിക്കത്തില്ല, ഉറപ്പാണ്, എൻ്റെ വാക്ക് വിശ്വസിക്കും, മരിക്കത്തില്ല, നിങ്ങൾ ജീവനോടിരിക്കും, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും, നിങ്ങൾ നഗ്നരാണെന്ന് അവൻ തന്നെ മുൻകൂട്ടി പറയുന്നു, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ബോധ്യമാവും, നിങ്ങളുടെ സെൽഫ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം പ്ലസ് പോയിന്റാണ് പറയുന്നത്, ഒരു നെഗറ്റീവും അതിൻ്റെ അകത്തില്ല. അതുപോലെ സംഭവിച്ചു എന്നുള്ളത് വളരെ സത്യമാണ്. സാത്താൻ എന്ത് പറഞ്ഞോ അതാണ് സംഭവിച്ചത്. പൊതുവെ വായിക്കുമ്പോൾ ദൈവം പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല, നീ മരിക്കും, മരിച്ചില്ല. കണ്ടോ, ദൈവം പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല, സാത്താൻ പറഞ്ഞതാണ് സംഭവിച്ചത്. ഇതാണ് ടോട്ടൽ പ്ലസ് പോയിന്റ് തോന്നുന്ന വാക്കുകൾ പലതും ദൈവത്തിന്റെ ആത്മീയ അർത്ഥങ്ങൾക്ക് എതിരായിരിക്കും. ഇനി പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ യുദ്ധത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആരുമായിട്ടാ? മനുഷ്യരക്തങ്ങളുമായിട്ടോ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടോ സർക്കാരുമായിട്ടോ ഒന്നുമല്ല നമ്മൾ വിപ്ലവത്തിന് തയ്യാറാകുന്നത്. നമ്മൾ യുദ്ധത്തിന് തയ്യാറാകേണ്ടത് ആധിപത്യങ്ങൾക്കെതിരെയും പൈശാചിക ശക്തികൾക്കെതിരെയുമാണ്. പൈശാചിക ശക്തിയുടെ ആധിപത്യങ്ങളുണ്ട്, അതിനെതിരെ പോരാടണം. പൈശാചിക ശക്തിക്കെതിരെ സഭ പോരാടിയേ പറ്റത്തുള്ളൂ. സഭ നേതാക്കന്മാർ പോരാടണം, വിശ്വാസികൾ പോരാടണം. ഇതിന് വയ്യാത്തവരെ, ഇതിന് പോരാടാൻ പറ്റാത്ത വിധത്തിൽ വേറെ റൂട്ടിലൂടെ കൊണ്ടുപോകാൻ ഈ പ്ലസ് പോയിന്റ് വാക്കുകൾ എന്ന് വെച്ചാൽ ലൗകിക വാക്കുകൾക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയാൻ നീ കാണിക്കുന്ന താല്പര്യത്തോടൊപ്പം ദൈവത്തിന്റെ ശത്രുവിനെ കുറിച്ച് അറിയാനും നീ താല്പര്യം കാണിക്കുമ്പോഴാണ് നീ ഒരു അപ്പോസ്തലിക വരം ഉള്ളവനായി മാറുന്നത്. ഇപ്പൊ എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. മോശ ചെങ്കടലിനെ വിഭജിക്കുന്ന സമയത്ത് എല്ലാവരും ചെങ്കടൽ തീരത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 20 ലക്ഷത്തോളം ആൾക്കാർ നിൽക്കുമ്പോൾ കുറേ ആൾക്കാർ മരുഭൂമിയുടെ അങ്ങേ അറ്റത്താണ്. ഏകദേശം ചെങ്കടലിൽ നിന്ന് നൈൽ നദിയിലേക്ക് പോകുന്ന ആ ഭാഗത്തേക്കാണ്. അപ്പൊ ചെങ്കടലിൽ എന്ത് സംഭവിച്ചു എന്ന് ബാക്കിൽ നിൽക്കുന്നവർക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ സത്യാസം. അപ്പം കുറെ പേർക്ക് 10 ലക്ഷം ജനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 15 ലക്ഷം ജനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം ജനങ്ങളെങ്കിലും ഈ ചെങ്കടലിൽ എന്ത് സംഭവിച്ചു എന്ന് കാണാൻ പറ്റുന്നില്ല. മുന്നിലുള്ള നിര നീങ്ങുന്നത് അനുസരിച്ച് പിന്നിലുള്ള നിര നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പൊ അവര് നോക്കിയപ്പോൾ കാണാം ഇവിടെ 2 കടൽ ഇങ്ങനെ രണ്ടായി നിൽക്കുന്നു, എന്തോ പ്രതിഭാസമാണ്. അവരതിലൂടെ യാത്ര ചെയ്ത് മുന്നിലുള്ളവർ പാട്ടുപാടുന്നു, ഞങ്ങളും പുറകെ പാട്ടുപാടി വരുന്നു. അക്കരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞു, അറിഞ്ഞായിരുന്നോ മോസസ് വടി ഒന്ന് ചെങ്കടലിൽ മുട്ടിച്ചതേ ഉള്ളൂ, ചെങ്കടൽ രണ്ടായി മാറി. ഉടനെ പുറകെ വന്നവൻ, പോടാ അവിടുന്ന്, ചെങ്കടൽ രണ്ടായി. ഇവിടെ ഞങ്ങൾ കണ്ടയില്ലയോ കാറ്റ് വരുന്നതും കൊടുങ്കാറ്റടിച്ചതും ഒക്കെ വരുന്നില്ല. ഇത് പ്രകൃതിക്ഷോഭം ഉണ്ടായി, ചെങ്കടൽ മാറി, നമ്മളപ്പുറത്തോട് നമ്മൾ അപ്പുറത്ത് മറുകര കെട്ടി നമ്മൾ കയറിപ്പോയി. അതിന് മോശപടി അടിച്ചെന്നോ? എന്തോ ഒരു തള്ളലാടാ തള്ളുന്നത്. ഇന്നത്തെ ഭാഷയാട്ടോ, എന്തോ ഒരു തള്ളലാ തള്ളുന്നത്. പുറവിൽ നിൽക്കുന്നവനെ നിനക്ക് മനസ്സിലാക്കാനും നിനക്ക് ഗ്രഹിക്കാനും പറ്റാത്ത പലതും മോശയ്ക്കും ദൈവത്തിനും അവരുടെ ഏക മനോവിചാരങ്ങൾക്കും ചെയ്യുവാൻ സാധിക്കും. ദൈവത്തിന്റെ അമിതമായ പവർ മനസ്സിലാക്കുന്നത് മുന്നിൽ നിൽക്കുന്നവർക്കാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ്. അവർ മനസ്സിലാക്കുന്നത് പലതും പുറവിൽ നിൽക്കുന്ന നിനക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. നിന്റെ തലച്ചോറിന് ഗ്രഹിക്കാൻ പറ്റാത്തതും നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുമായ ഏത് വിഷയവും ലോക സ്പിരിറ്റുകാർ പറയുന്നത് പോലെ ഇത് പ്രശംസയാണ്. ഇത് ഇന്നത്തെ വേൾഡിലെ ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇത് തള്ളലാണ് എന്ന് പറയും. മോശയെ അങ്ങനെ പറഞ്ഞു കാണാം.
ഓ ഇത്രയും വലിയ, അന്നത്തെ കാലത്ത് വേറെ ഭാഷ യൂസ് ചെയ്തിട്ടുണ്ട്, ഇത്രയും വലിയ തള്ളല്ലേ മോശയെക്കുറിച്ച് എന്ന് പറഞ്ഞാണ്. കണ്ടവർ പറഞ്ഞു, നീ എന്തോന്നാ പറയുന്നത്, ഞങ്ങൾ കണ്ടതല്ലേ എന്ന് കണ്ടവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഓരോരുത്തരുടെയും മനസ്സാണ്. ഓരോരുത്തരുടെയും അറിവ് കുറവനുസരിച്ച് ഓരോരുത്തർക്കും മിഴുങ്ങാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ കൂടുതൽ അറിയാവുന്ന ഒരാൾ, ദൈവത്തിന്റെ അനുഭവം നല്ലപോലെ അറിയാവുന്ന ആൾക്ക് ദൈവം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് അംഗീകരിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പൊ ദൈവത്തിൽ നിന്ന് രോഗശാന്തി കിട്ടിയ ഒരാൾക്ക് മറ്റൊരു ദൈവദാസൻ രോഗശാന്തി ചെയ്യുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടാൽ തീർച്ചയായും ഇത് ദൈവം ചെയ്തതാ എന്ന് അയാൾ വിശ്വസിക്കും. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു രോഗശാന്തി ഉണ്ടാകുമോ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സംഭവിക്കുമോ എന്ന് അറിവില്ലാത്ത പുറവിൽ നിൽക്കുന്ന ജനമുണ്ട്. അവർ പറയും ക്യാഷ് കൊടുത്ത ആളെ വരുത്തി, ക്യാഷ് കൊടുത്ത് ചെയ്തൊരു പരിപാടിയാണ്, സഭയിൽ ആളെ കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അവൻ അത്രയും മനസ്സിലാക്കാൻ പറ്റും. കാരണം അവന്റെ മാക്സിമം അറിവ് ഇവിടം വരെ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് അവന് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇതേപോലെ തന്നെ സാത്താന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സാത്താൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പുറവിൽ നിൽക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ യൂസ് ചെയ്യും. സാത്താൻ ആദ്യം യൂസ് ചെയ്യുന്നവരാണ്. ദൈവത്തിന്റെ മഹാ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരും ദൈവത്തിന്റെ മഹാ അത്ഭുതങ്ങളിൽ ആയിരുന്നവരും അനുഭവമുള്ളവരെയും സാത്താൻ ഇച്ചിരി പേടിയാണ്. പക്ഷെ ഈ പുറവിൽ നിൽക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് അന്ധകാര ശക്തിക്ക് കൈവെക്കാനായിട്ട് സാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ ചില വചനപ്രഘോഷകർ അവരുടെ നല്ല നല്ല വചനപ്രഘോഷണങ്ങൾ, അതിമനോഹരമായ വചനപ്രഘോഷണങ്ങളുടെ വ്യാഖ്യാനങ്ങൾ അവര് പറയുമ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങളിലൂടെ പറയും, അവരിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിന്റെ അടിയിൽ ഒരു ഈ പറഞ്ഞ പ്രകാരം പുറവിൽ നിൽക്കുന്നവൻ, അനുഭവജ്ഞാനമില്ലാത്തവൻ, അവൻ അതിൻ്റെ അകത്ത് ഒരു തോന്നിവാസമായ ഒരു കമന്റ് എഴുതി. ഈ വായിക്കുന്ന വ്യക്തിക്ക് ഇയാൾ പറഞ്ഞ വചനപ്രഘോഷണത്തിൽ പറഞ്ഞ ഉദാഹരണത്തെക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് കമന്റ് ഇല്ല. പക്ഷെ അനുഭവമുള്ളവർ ഇയാൾ പറഞ്ഞ വചനപ്രഘോഷണത്തിന്റെ ഉദാഹരണവും ദൈവം ചെയ്ത പ്രവൃത്തി ഓർത്ത് സ്തോത്രം പറയുമ്പോൾ വേറൊരു വ്യക്തി ഈ കമന്റിൽ ശ്രദ്ധിക്കും. പിന്നീട് അവന്റെ നാവിൽ അറിയാതെ എന്ത് നടന്നാലും ഈ കമന്റ് തന്നെ യൂസ് ചെയ്യും. എവിടെ, ഏത് സാഹചര്യത്തിലോ, കൺവെൻഷന് പോയാലോ, കല്യാണത്തിന് പോയാലോ, വേറെ ഏതെങ്കിലും മരണത്തിന് പോയാലോ, ഏതെങ്കിലും ചടങ്ങിൽ പോയാലോ, 4 പേര് കൂടുന്നിടത്തെല്ലാം അവൻ ഈ വേർഡാണ് യൂസ് ചെയ്യുന്നത്. എന്ത് സാഹചര്യം ഉണ്ടായാലും വലിയ ഇത് കാണിക്കല്ലേ എന്ന് പറയും. അവൻ അറിയുന്നില്ല, അവനിൽ ട്രാൻസ്ഫർ സ്പിരിറ്റ് കയറിയിരിക്കുവാണ്. ഏതോ ഒരു സ്പിരിറ്റ് ഉള്ള ഒരാൾ വചനത്തിനെതിരെ, ദൈവത്തിനെതിരെ എഴുതിയ ഒരു കമന്റ്, ആ വാക്ക് തന്നെ ഇവനിൽ ട്രാൻസ്ഫർ ആയിരിക്കുവാണ്, ഇവനെ എന്നും പുറവിൽ നിർത്താൻ വേണ്ടി. ഇതാണ് സാത്താൻ. വളരെ പ്ലസ് പോയിന്റ് ആയിട്ട് സാത്താൻ ദൈവമക്കളിൽ പ്രവേശിക്കത്തുള്ളൂ, വളരെ പ്ലസ് പോയിന്റ് ആയിട്ട് കയറത്തുള്ളൂ. അതുപോലെ തന്നെ അന്ധകാര ശക്തിയുടെ വലിയൊരു ഒരു പവറാണ് മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. സാത്താന്റെ ഏറ്റവും വലിയൊരു തന്ത്രം മറ്റൊന്നാണ്, നിങ്ങളെ ഭക്തരാണെന്ന് നിങ്ങൾക്ക് ബോധം ഇട്ടുതരും. ഭയങ്കര ഭക്തിയാണ് നിങ്ങൾക്ക്, നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് ഇട്ടുതരും. ഈ ഇട്ട് തന്നിട്ട് നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ മൊത്തവും ദൈവവേല ചെയ്യുന്ന മറ്റ് സഹോദരങ്ങൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാൻ നിങ്ങളെ അണിനിരത്തും. നിങ്ങളായിരിക്കുന്ന ഗ്രൂപ്പിലെ ലീഡർ, ആ ലീഡറിനോട് ചേർന്ന് നിങ്ങൾ നിൽക്കുന്നു, അതിനോട് ചേർന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. വേറൊരു ശുശ്രൂഷകൻ, അത് നിങ്ങളായിരിക്കുന്ന ഗ്രൂപ്പിന്റെ ശുശ്രൂഷ പോലെ ആയിരിക്കത്തില്ല, അയാളുടെ വേറെ ആയിരിക്കും. അങ്ങനെ പല ശുശ്രൂഷകർ ലോകത്തുണ്ടാവും. ഈ പല ശുശ്രൂഷകർ ചേരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സഭ പണിയാൻ പറ്റും. അതങ്ങനെ വേണ്ടെന്നൊന്നും പറയാൻ നമുക്ക് ഒരു യൂണിഫോം രീതിയിലുള്ള ശുശ്രൂഷ രീതിയൊന്നും കേരളത്തിൽ നടക്കത്തില്ല, ലോകത്ത് ഒരിടത്തും നടക്കത്തില്ല. കാരണം 10,000 ശുശ്രൂഷകൾ ബൈബിളിലുണ്ട്, ഒരാൾക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ശുശ്രൂഷ ഒരാൾക്ക് കൊടുക്കും, വേറൊരു ശുശ്രൂഷ വേറൊരാൾക്ക് കൊടുക്കും, അങ്ങനെ ദൈവത്തിന് പോകാൻ പറ്റും. പക്ഷെ ഇത് മനസ്സിലാക്കാത്ത ഈ അല്പപ്രാണി എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, സാത്താൻ ഇവർക്ക് ഇട്ടുകൊടുക്കും, ബാക്കി ഉള്ള ഈ ടീം കൊള്ളില്ല, അവനെ അങ്ങ് നശിപ്പിച്ചേരെ, അടുത്തവൻ കൊള്ളില്ല, അവനെ നശിപ്പിച്ചേരെ. ബൈബിളിന്റെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, 3 അധ്യായത്തിലെ ക്രിസ്തുവിന്റെ പ്രിൻസിപ്പിൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള വിപ്ലവം ഉണ്ടാക്കുന്ന, ഇങ്ങനെയുള്ള സഹോദരനെതിരെ ആരോപണം ഉണ്ടാക്കുന്ന, സഹോദരനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തമ്മിലടിക്കുകയും ചെയ്യുന്ന ഈ കൂട്ടം ജനത്തെ നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നും നോക്കണ്ട, മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഇതിൽ ക്രിസ്തുവിന്റെ പ്രിൻസിപ്പിൾ ഉണ്ട്. ഈ പ്രിൻസിപ്പിളിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ ആ വ്യക്തിയാണ് കറക്റ്റ് ദൈവരാജ്യത്തിന് അവകാശി. ബാക്കി നിങ്ങൾ എന്ത് വാചകം അടിച്ചാലും ശരി, ഈ പ്രിൻസിപ്പിൾ തെറ്റിക്കുന്ന മത്തായി 5, 6, 7 അധ്യായത്തിലെ ക്രിസ്തു ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾ തെറ്റിക്കുന്ന ഏതൊരു വ്യക്തിയും മറ്റുള്ളവൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അവൻ നരകസന്തതിയാണ്. ഇത് പിശാചിനറിയാം. സാത്താൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ വേറൊരു തലത്തിലേക്ക് നിങ്ങളെ നയിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര അറിവാണ്, ഒരറിവില്ല. ഞാൻ ഭയങ്കരമായിട്ട് വചനം പഠിച്ചിട്ടുള്ള ആളാണ്, ഒരു പഠനവും ഇല്ല. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ 32 വർഷത്തിലേക്ക് കയറുകയാണ്. എനിക്ക് തന്നെ ചില കാര്യങ്ങൾ, ഇത്രയും വർഷത്തെ അനുഭവം ഞാൻ ഉണ്ടായിട്ട് പോലും ചില സമയത്ത് എനിക്ക് തന്നെ തെറ്റിപ്പോകുന്നുണ്ട്. ആ ഓർമ്മക്കുറവ്. ഞാൻ തന്നെ എൻ്റെ ശിഷ്യരോട് ഇന്ന വചനം ഏത് ഭാഗത്താണ് കിടക്കുന്നത് ഞാൻ ചോദിക്കാം. എനിക്കിത് പറയാൻ ഒരു നാണക്കേടുമില്ല. പണ്ട് എല്ലാം നമുക്ക് ഓർമ്മ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഈ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് പലതും ഓർമ്മ ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് ഓർത്തെടുക്കേണ്ടതായിട്ടും ചിലപ്പോൾ ഡയറി പോയി നോക്കേണ്ടതായിട്ടും ചിലപ്പോൾ ദൈവശാസ്ത്ര പുസ്തകങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടും ഇപ്പോഴും വരുന്നത്. ചിലപ്പോൾ അത് 10 വട്ടം പ്രസംഗിച്ചതായിരിക്കും അത് വരുന്നത്. അപ്പം നമ്മളൊന്ന് ഈ വചനത്തിന്റെ അറിവിൽ ഒന്നുമല്ല, ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും. പക്ഷെ ഈ പുതിയ കുട്ടികൾ കയറി വന്നിട്ട് അവർക്കില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കുമ്പോൾ നമുക്കൊരു അരോചകത്വം, ഒരു ഭയങ്കര അരോചകം തോന്നും. ഭയങ്കരമായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കുമ്പോൾ. പണ്ട് നമ്മൾ ഈ 30 വർഷത്തിന് മുമ്പ് ഞങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ സീനിയേഴ്സ് ആയിട്ടുള്ള വചനപ്രഘോഷകരുടെ മുമ്പിൽ സഭയൊന്നും ഞങ്ങളൊന്നും നോക്കാറില്ല. അവരുടെ കാൽ കീഴിൽ പോയി ഇരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സീനിയേഴ്സ് ആയിട്ടുള്ള വചന ഗുരുക്കന്മാരുടെ മുമ്പിൽ അവരുടെ കാൽ കീഴിൽ പോയി ഇരിക്കും. ഇരുന്നിട്ട് അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് ചോദിക്കും. ഞാൻ അങ്ങനെയാണ് വളർന്നത് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ സഭാ വ്യത്യാസം എന്നെ പല ആത്മീയ മക്കളുടെയും, വർഷങ്ങൾ പഴക്കമുള്ള ആത്മീയ മക്കളുടെയും കാൽ കീഴിൽ പോയി ഇരിക്കാറുണ്ട്. ഇന്നും വർഷങ്ങൾ, എന്നെക്കാളും വർഷങ്ങൾ ദൈവവേല ചെയ്തിട്ടുള്ള ദൈവദാസന്മാരെ സഭ നോക്കാതെ ഇന്നും അവരെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ കാൽ കീഴിൽ ഇരിക്കാൻ ഇന്നും എനിക്കിഷ്ടമാണ്, വളരെ താല്പര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തീയ സഭാ സ്നേഹം. ഈ ഒരു സ്നേഹത്തെ തമ്മിൽ അടുപ്പിച്ച് കളഞ്ഞു. ഈ ഒരു സ്നേഹത്തെ ഇല്ലാതാക്കിയതിന്റെ പിന്നിൽ പിശാച് തന്നെയാണ്. പിശാച് അതിൽ ജയിച്ചോണ്ടിരിക്കുക കേരളത്തിൽ. അപ്പോൾ പിശാചിനെതിരെ പോരാടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പുറവിൽ നിൽക്കുന്നവർ, ചെങ്കടൽ മാറിയത് കാണാതെ പുറവിൽ നിന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവരെ ഒതുക്കിയേ പറ്റത്തുള്ളൂ. അവരെ പ്രൊമോട്ട് ചെയ്യരുത്, അവരെ വളർത്താൻ, അവരുടെ തെറ്റായ വാക്കുകളെ സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കരുത്. ഏതോ ഒരു ദൈവദാസൻ പ്രവചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ ഒരു നിരീശ്വരവാദി ചോദിച്ചു, അത് ഏതോ സഭയിലിരിക്കുന്ന ഒരാളുടെ ഈ മഞ്ഞ വസ്ത്രം ഇട്ടിരിക്കുന്ന ഒരാൾ, നീ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന മഞ്ഞ ചുരിദാറായിരുന്നു, നിനക്ക് ഇന്ന കണക്കായിരുന്നു നിന്റെ പ്രശ്നം എന്നണ്ട ഏതോ ഒരു ദൈവദാസൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് വേറൊരുത്തൻ ഉടനെ അതിൻ്റെ അകത്ത്, നീ മഞ്ഞ വസ്ത്രം ചുരിദാർ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതോ വേറെ വല്ലോ നീ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട ഭാഷ യൂസ് ചെയ്തു. പിറ്റേന്ന് മുതൽ നല്ല നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ദൈവദാസന്മാർ വചനം പറയുമ്പോൾ അതിൻ്റെ അടിയിൽ കാണാം പിറ്റേന്ന് മുതൽ നീ ഈ വസ്ത്രയെ കണ്ടോളൂ, അല്ലെങ്കിൽ മോശമായ ഭാഷകൾ എഴുതി. ഇതേ ഡയലോഗ് ക്രിസ്ത്യാനികൾ തന്നെ എഴുതാൻ തുടങ്ങി. ട്രാൻസ്ഫർ ബോണ്ടേജ് ആണ്. ഏതോ ഒരു പിശാച് ഈ വാക്ക് യൂസ് ചെയ്തു, ഈ വാക്ക് തന്നെ പെട്ടെന്ന് ട്രാൻസ്ഫർ ആവുക. ഈ പ്രാർത്ഥനയ്ക്ക് നടക്കുന്നവൻ പോലും പിന്നീട് ആ വാക്ക് ഉപയോഗിക്കുകയാണ്. വളരെ വളരെ പെട്ടെന്നാണ് സാത്താന്റെ രാജ്യം ഈ പുറവിൽ നിൽക്കുന്ന ജനത്തിന്റെ മേൽ കയറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ദൈവത്തിന്റെ വചനം കേൾക്കുകയും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇതല്ല, ഞാൻ കേൾക്കുന്നതല്ല, അതിനേക്കാൾ വലിയ 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 അത്ഭുതങ്ങൾ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ സാധിക്കും, എൻ്റെ കർത്താവിന്റെ പ്രവാചകരിലൂടെ ചെയ്യാൻ സാധിക്കും എന്ന് ഹൃദയത്തിൽ ചിന്തിക്കുകയും ഹല്ലേലൂയ പറയുകയും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ 100% അത് ഫ്രണ്ടിൽ നിൽക്കുന്നവർക്കേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അല്ലെങ്കിൽ തങ്ങളുടെ സെൽഫിനെ തന്നെ വലുതാക്കി പറഞ്ഞുകൊണ്ട് തങ്ങൾ തന്നെ നഷ്ടപ്പെട്ട ദൂതന്മാരെ പോലെ അവർ തന്നെ ഇരുട്ടറയിലേക്ക് പൊയ്ക്കൊണ്ടേ ഇരിക്കും.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തു നമ്മളുടെ വചനത്തിലേക്കും ആത്മാവിലേക്കും വരുന്നതിന് മുമ്പ് തന്നെ യേശുക്രിസ്തു നമ്മളെ മാക്സിമം പഠിപ്പിച്ചു, നീ തന്നെത്താൻ ഉയർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ മറ്റുള്ളവരുടെ കാല് കഴുകാനും മറ്റുള്ളവരുടെ ദാസനായിരിക്കാനും പഠിപ്പിച്ചു. എന്തിനാ കാരണം എന്ന് പറഞ്ഞാൽ, ഇവനിൽ എന്തെങ്കിലും അറിവുണ്ടെന്ന് ഇവൻ തന്നെ പറയുകയോ ഇവനിൽ എന്തെങ്കിലും ഭയങ്കര സംഭവമാണെന്ന് ഇവൻ തന്നെ ഇവനെ വിധി എഴുതുകയോ ചെയ്താൽ ഇവൻ ഒരിക്കലും ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാൻ പറ്റത്തില്ലെന്ന് പിശാചിനറിയാം. അപ്പൊ ഞാൻ ഭയങ്കര എനിക്ക് ഇന്നണക്ക് ഞാൻ ചോദിക്കും, ആരുടെ മുഖത്ത് നോക്കിയും ചോദിക്കും എന്നൊക്കെ പറയുന്ന ഒരു രീതി പിശാച് വെച്ചിരിക്കുന്നതാണത്. യേശുവിന്റെ പ്രിൻസിപ്പിളുമായിട്ട് യോജിക്കുന്നില്ല. അത് യേശുവിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ എത്ര വലുതാണോ നമുക്ക് വലുതാണെന്ന് ഒരിക്കലും തോന്നത്തില്ല. അതാണ് സത്യാവസ്ഥ. ആ തോന്നാതിരിക്കുന്ന ഒരു വര നമുക്ക് കിട്ടണം. ഇനി അഥവാ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണുന്നവരുടെ, നമ്മളെക്കാൾ കുറഞ്ഞു കാണുന്നവരുടെയും മുന്നിൽ നമ്മൾ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു എളിമ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം, ഒരു എളിമ പ്രകടനം ഉണ്ടാവണം. ഈ എളിമ പ്രകടനം വഴി പിശാച് നമ്മളുടെ ദേഹത്ത് തൊട്ട പൊള്ളുന്ന കണക്ക് അവന് ഫീൽ ചെയ്യും. സാധാരണ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല, അവന് പൊള്ളുന്ന കണക്ക് ഫീൽ ചെയ്യും. കാരണം എളിമ ക്രിസ്തുവിന്റെ വ്യക്തിത്വവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഹങ്കാര വാക്കുകളും സാത്താന്റെ വ്യക്തിത്വവുമായി ചേർന്ന് നിൽക്കുന്നതാ. അവരെ സൂക്ഷിക്കണം. അവർ വലിയ അപകടമാണ്, പുളിമാവാണ് അവര്. അഹങ്കാരം, എത്ര വലിയവരെ നോക്കിയും അഹങ്കാര ഭാവത്തോടെ പുച്ഛഭാവത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സഭയിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകരുത്. അതിൻ്റെ അകത്ത് സാത്താനുണ്ട്, യാതൊരു സംശയവുമില്ല. അസമയം എളിമയുടെ തലങ്ങളിലേക്കാണ് നമ്മളെ ക്രിസ്തു നയിച്ചത്. ആ എളിമ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നത് പിശാചിന്റെ ഒന്നാം തന്ത്രമാണ്. സാത്താന്റെ ഒന്നാമത്തെ തന്ത്രമാണ് എളിമ ഇല്ലാതാക്കി കളയുക. അതാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം. സാത്താൻ എന്ത് ചെയ്യുന്നറിയോ? ഈ മോശയുടെ ഗ്രൂപ്പിൽ തന്നെ കൊണ്ടിട്ടു. എന്നിട്ട് ഏറ്റവും പുറവിലെ നമ്മളെ നിർത്തത്തുള്ളൂ. പക്ഷെ നമ്മുടെ ശബ്ദവും ഒച്ചയും അഹങ്കാരവും ഫ്രണ്ടിൽ വരും. അതാണ് രസം. പക്ഷെ ആത്മീയതയും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുന്നതിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൊക്കെ നമ്മൾ പുറവിലായിരിക്കും, നമ്മളൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മുടെ അഹങ്കാരത്തിന്റെ വാക്കുകളും ശബ്ദങ്ങളും ഫ്രണ്ടിലായിരിക്കും, ഏറ്റവും ഫ്രണ്ടിൽ വരും. അങ്ങനെ ഒരു ഗ്രൂപ്പ് മോശയുടെ കൂടെ ബാക്കിലുണ്ടായിരുന്നു. അവരാണ് പിന്നീട് ഈ ചെങ്കടൽ കടന്നതിന് ശേഷം അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയും വെള്ളം കിട്ടാത്തതിൽ പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്തത് ഈ അത്ഭുതങ്ങൾ കാണാത്തവരും ഒക്കെയാണ്. കണ്ടവരും പ്രശ്നമുണ്ടാക്കി. അതാ അതിലും രസം. ഫ്രണ്ടിൽ നിന്ന് കണ്ടവരും മോശമായിട്ട് തർക്കിച്ചവരും പ്രശ്നമുണ്ടാക്കി. ആ പ്രശ്നമുണ്ടാക്കിയത് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. എന്ത് അത്ഭുതം നടന്നാലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല, ഞങ്ങൾ ഒരിക്കലും അത് ഉൾക്കൊള്ളത്തില്ല എന്ന് കരുതുന്ന ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഈ ഒരു സ്പിരിറ്റിനെയാണ് യേശുക്രിസ്തു ശാസിക്കുന്നുണ്ട് തോമസെ നീ കണ്ടതുകൊണ്ട്, എൻ്റെ കയ്യിൽ കൊണ്ട് വിരലിട്ടു, എൻ്റെ വിലാപ്പുറത്ത് വിരലിട്ടപ്പോ, ഓ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, തോമസിനെ പാടാന്ന് പറഞ്ഞു. നീ കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു. നീ ഏറ്റവും പുറവിലാണെന്ന് പറഞ്ഞത്. കാണാതെ വിശ്വസിക്കണം. ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് ഒരു കാര്യം ഒരു ദൈവദാസൻ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവനാണ് എൻ്റെ ശിഷ്യൻ. അവൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ അവന്റെ അകത്തുണ്ടെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ. നീ ഇപ്പൊ തൊട്ട് നോക്കി വിലാപ്പുറത്ത് കൈയിട്ടപ്പോ നിനക്ക് വിശ്വാസമായി. നിന്റെ വിശ്വാസം ആർക്ക് വേണം? പോടാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അവസ്ഥയിലേക്ക് സാത്താൻ അറിയാം. യേശുക്രിസ്തു വഴക്ക് പറഞ്ഞ അവസ്ഥ ഏത്? ദൈവം മുഷിപ്പോടുകൂടി നോക്കുന്ന അവസ്ഥ ഏത്? ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ ഏത്? ഇതൊക്കെ സാത്താൻ നല്ലപോലെ അറിയാം. ആ അറിയാവുന്ന സാത്താൻ ഇതെല്ലാം തെറ്റിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അടുക്കലേക്ക് വരും. ആദ്യം നിങ്ങൾ സാത്താന്റെ ശക്തി എന്താണെന്നും സാത്താന്റെ ആധിപത്യം എന്താണെന്നും നിങ്ങൾ ആദ്യം പഠിക്കണം. പഠിക്കുന്നത് എല്ലാ വർഷവും അത് തന്നെയല്ലല്ലോ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചിരുന്നാലേ നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ബഹിഷ്കരണ പ്രാർത്ഥന നടത്തുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ബഹിഷ്കരിക്കുന്ന അന്ധകാര ശക്തി എത്ര ശക്തനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സാധിക്കുന്നത്.